Hi, welcome to our YouTube channel. So, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ സദ എന്തൊക്കെ കഴിക്കുന്നു കഴിക്കുന്നതിൻ്റെ റെസിപ്പി അവിടുത്തെ ഞാൻ കൊടുക്കുന്ന രീതികളിലൊക്കെ പറ്റിയൊരു വീഡിയോ എടുക്കാൻ കരുതി. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ്. ഇത് രാവിലെയാണ്. അപ്പം സദ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകം ഒരു ആഹാരം എടുക്കില്ല. നമ്മൾ എന്താണോ എടുക്കുന്നത് അതെങ്ങനെ മോഡിഫൈ ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് ഞാൻ മെയിൻ ശ്രദ്ധിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഉള്ളൂ പ്രത്യേകം എടുക്കുക. അപ്പം രാവിലെ സദ കഴിക്കുന്നത് ഞങ്ങൾ രാവിലെ കൊഴക്കട്ട ഉണ്ടാക്കി. അപ്പം ഞാൻ സദയ്ക്ക് വേണ്ടി കുറച്ച് ശർക്കര ഇട്ട് നമ്മൾ ഈ അരിപ്പൊടി നന്നായിട്ട് പരത്തി കൈകൊണ്ട് നന്നായിട്ട് ഇലയപ്പത്തിനൊക്കെ പരത്തുന്നതിനേക്കാൾ നന്നായിട്ട് പരത്തി സോഫ്റ്റ് ആക്കിയിട്ട് കുറച്ച് ശർക്കര, ഇപ്പോൾ സദയ്ക്ക് 1 വയസ്സ് കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് അത് കൊഴക്കട്ടയുടെ ഒക്കെ കൂടെ തന്നെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ സദയുടെ കൂടി ഇരിക്കത്തേ ഉള്ളൂ. സദയാണ് കഴിക്കുന്നത്. അത് ആദ്യ സമയം തൊട്ടേ അതെ. അപ്പം ഞാൻ സദയുടെ കൂടി ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ സദ എന്താണ് കഴിക്കുന്നത്, സദയും കൊണ്ട് കഴിക്കുന്നത്. ഞാൻ നേരത്തെ അങ്ങനെ ആയിരുന്നു. ആദ്യം ഞാൻ ഈ കസാരയിലല്ലായിരുന്നു ഇരുത്തിക്കൊണ്ടിരുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നിലത്തിരുത്തും, എന്നിട്ട് ഷീറ്റ് വിരിക്കുമായിരുന്നു. 2 ഇവർക്ക് ഇരുത്താനായിട്ട് 2 പ്രത്യേകം ഷീറ്റുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏറ്റവും പന്ന വീട്ടിൽ പന്ന ഷീറ്റുകളുണ്ടായിരുന്നു, കീറിയതൊക്കെ. അത് ഒരു മതി. അതിട്ടിട്ട് അതിലിരുത്തുക. അപ്പോൾ ഇവര് ഈ ആഹാരം കഴിക്കുന്നതിൻ്റെ ഇവർ കൈയിട്ടിട്ട് ഇളക്കും മറിക്കും, ഇവർ മുട്ടിലഴിയും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സദ ഇത്രയും അലയ്ക്കുന്നത്. അല്ലെങ്കിൽ സദ ഇത്ര കഴിക്കുമ്പോൾ ഇത്ര ഹൈപ്പർ ആക്റ്റീവ് ആവരുത്, ചോദിക്കാണ് സദ. അപ്പം നിലത്തിരുത്തിയായിരുന്നു ഞാൻ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ അവൾ കൈയിട്ട് അലയ്ക്കാനൊക്കെ ഞാൻ സമ്മതിക്കുമായിരുന്നു. ഞാൻ പാത്രത്തിൽ കൈയിടാൻ അവൾ സമ്മതിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കുന്നത് ഒരു വലിയൊരു ജോലിയല്ലായിരുന്നു. അവൾ എൻജോയ് ചെയ്തായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ശീലം ഇപ്പം ഞാൻ കസാര ഇരുത്തി കൊടുക്കുമ്പോൾ അവൾക്ക് കുഴപ്പമില്ല. അവളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊരു ഹോട്ടലിൽ പോകുകയാണെങ്കിലൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ചെയറിൽ ഇരുത്തിയാൽ അവർ സ്വന്തമായിട്ട് അവർക്ക് എന്താണോ ഉള്ളത്, റൊട്ടി ആണെങ്കിലും അപ്പം ആണെങ്കിലും അവരത് കഴിച്ചോളും. നമ്മൾ കീറി മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം അത്രയും പ്രോബ്ലം അല്ല. നമുക്ക് പുറത്ത് പോകുമ്പോൾ കുഞ്ഞുങ്ങളെയും വഴക്ക് പറയണ്ട, നമ്മൾ ഡിസ്റ്റർബ് ആവേണ്ട, അവരവരുടെ കാര്യം നോക്കി കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതൊരു ഈസി ടാസ്കും അല്ല കേട്ടോ. ഇത് ഈസി ആണെന്ന് വിചാരിക്കരുത്. നിലത്ത് വീഴും. ഒരു ദിവസം 4 പ്രാവശ്യം എനിക്ക് തറ തുടയ്ക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഈ ചെയർ മൊത്തം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. സദാ ഒരു ദിവസം 4 പ്രാവശ്യം ദേഹം കഴുകേണ്ട അവസ്ഥയുണ്ട്. കാരണം 4 പ്രാവശ്യം ഇവിടെ ഒരു ദിവസം കഴിക്കാറുണ്ട്. രാവിലെ കഴിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കൊഴക്കട്ടയുടെ തന്നെ ഡോയാണ്. അരിപ്പൊടി ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് പരത്തിയിട്ട് ശർക്കര ഇച്ചിരി തേങ്ങയും കൂടെ വെച്ചിട്ട് സ്റ്റീം ചെയ്തതാണ്. നമ്മൾ കഴിക്കുന്നത് തന്നെ വേറൊരു രീതിയിൽ കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കട്ടിയായിരിക്കണം. നമ്മളൊന്ന് അത്യാവശ്യം പ്രസ് ചെയ്തിട്ട് ആ ഒരു കട്ടി കുറഞ്ഞ രീതിയിൽ വേണം കൊടുക്കാൻ. ഇവർക്കൊന്ന് ചതയ്ക്കാൻ ഈസി ആയിരിക്കണം. നമ്മൾ അങ്ങനെ പീസാക്കി ഇട്ട് കൊടുക്കരുത്. വളരെ സ്മോൾ പീസാക്കി അതൊന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വലിയ കട്ടിയാണ് പോകും. പിന്നെ കുഞ്ഞുങ്ങൾ ചുമക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനാലും അത് ചെയ്തോട്ടെ. പുറത്തടിക്കാനോ തലയിലടിക്കാനോ ഒന്നും പോകരുത്. അത് ആ പ്രോസസ്സാണ്. ചോക്ക് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പോയെങ്കിൽ അത് പോകാൻ വേണ്ടി അവരുടെ ഒരു പ്രോസസ്സാണ് ഈ ചുമക്കുക എന്നുള്ളത്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. സോ അത്രയേ ഉള്ളൂ. നമുക്ക് ഉച്ചയ്ക്കത്തെ വീഡിയോ കാണാം. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡാണ്. അപ്പോൾ ഇന്നൊരു ലേസി ഫുഡാട്ടോ. ആക്ച്വലി ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ. അപ്പോൾ ഇന്നൊരു ലേസി ഫുഡ്. ഇത് കുറച്ച് മഞ്ഞക്കിഴങ്ങാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തേക്കാണ്. ഇതും പിന്നെ കേർഡും റൈസും ആണ് ഇന്നത്തെ സിമ്പിൾ ഫുഡാണ്. സോ അങ്ങനെ എപ്പോഴും ഇങ്ങനത്തെ സിമ്പിൾ ഫുഡ് കൊടുക്കാത്തതുകൊണ്ട് സദ എൻജോയ് ചെയ്ത് കഴിക്കും. സദ സ്വന്തമായിട്ടാണ് കഴിക്കുന്നത്. ഞാനും അവളുടെ കൂടെ ഇരുന്ന് കഴിക്കും. എൻ്റെ ഫുഡ് കൂടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മധുരക്കിഴങ്ങ് ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് സ്മാഷ് ചെയ്തിട്ട് സൈഡിൽ വെച്ച് കൊടുക്കും. സോ ഷീറ്റ് ഇങ്ങനെയാണ് അവൾ കഴിക്കുന്നത്. ഇങ്ങനെയാണ് എല്ലാ കുഞ്ഞുങ്ങളും കഴിക്കുന്നത്. ഇപ്പോൾ തറയിലൊക്കെ ചോറ് വീഴും, മൂക്കിലൊക്കെ ഇച്ചിരി റൈസ് പോകും. ഇറ്റ്സ് ഓൾ നോർമൽ. മൂക്കിൻ്റെ അകത്തൊക്കെ പോകാൻ നോക്കുക. നമ്മൾ കൂടെ ഇരിക്കുക. ഇവർ കഴിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിരിക്കുക. നമ്മൾ മോണിറ്റർ ചെയ്യുക.
ബാക്കി ഇവർ സ്വന്തമായിട്ട് കഴിച്ചിട്ടുള്ളതാണ്, സൈഡ് വെച്ചിരിക്കുന്നതാണ്. അവൾ തന്നെ സ്വന്തമായിട്ട് അവളെ സൈഡ് ഡിഷ് കഴിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പൊട്ടാറ്റോ സ്മാഷ് ചെയ്തതോ അല്ലെങ്കിൽ ബ്രക്കോളി എന്നാണ് തോന്നുന്നത്, എൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല, അത് സ്റ്റീം ചെയ്ത് ഞാൻ സൈഡിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ കഴിക്കും. ക്യാരറ്റ് സ്റ്റീം ചെയ്ത് സൈഡിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കും, എൻജോയ് ചെയ്ത് കഴിക്കും. ആദ്യം ഇപ്പം ഇങ്ങനെ കഴിക്കാൻ കാരണം എന്നോട് കുറേ പേര് മെസ്സേജ് ചോദിച്ചു, ചേച്ചി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല, എന്താ? ഞാൻ ആദ്യം തൊട്ടേ അവളെ ഒരു വലിയ ടാസ്ക്കായിട്ടല്ല ആഹാരം കൊടുക്കാൻ തുടങ്ങിയത്. അവൾ ആഹാരത്തിൽ കൈയിട്ട് മടിച്ച് വാരിയൊക്കെയാണ് അവൾ കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഞാൻ കസാര എത്തിയപ്പോഴാണ്, ഞാൻ ആദ്യത്തെ ഇതിലും പറഞ്ഞിരുന്നല്ലോ, കസാര എത്തിയപ്പോഴാണ് കൊടുത്തിരുന്നത്. ഫേസ് ഇങ്ങനാകും, ഡ്രസ്സ് ഒരു 4 പ്രാവശ്യം മാറ്റേണ്ടി വരും, 4 പ്രാവശ്യം ഈ ചെയറ് ഈ പ്ലേറ്റ് തറയൊക്കെ തുടയ്ക്കേണ്ടി വരും. പക്ഷെ അവർ കഴിക്കും, എൻജോയ് ചെയ്ത് കഴിക്കും. സോ ഇന്ന് ഇവിടെ ലഞ്ച് വളരെ നോർമലായിരുന്നു. സ്നാക്സിന് ആക്ച്വലി ഒരു പ്രത്യേകം വീഡിയോ തന്നെ വെക്കണം, കാരണം സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ലെങ്തി റെസിപ്പി ആയിരിക്കും. ഞാൻ ഈ വീഡിയോ തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കുന്നത്, ഒരു 4 മണി പലഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകം വീഡിയോ ഞാൻ റെഡിയാക്കാം. പിന്നെ ഡിന്നറും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ വരാം. ഈ വീഡിയോ തന്നെ മോർണിംഗ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ നമുക്ക് വീഡിയോ ആക്കാം. സ്നാക്സ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിന്നർ റെസിപ്പി എടുക്കാം. അപ്പം ഡിന്നറാണ് സദയുടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. തക്കാളി ചോറാട്ടോ, സിമ്പിൾ തക്കാളി ചോറ്, പക്ഷെ സദയ്ക്ക് ഇഷ്ടമാണത്. സോ കുറച്ച് നെയ്യ് എടുക്കാം. ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാട്ടോ, മാമി ചെയ്തു തന്ന നെയ്യാണ്. സോ താങ്ക് യു മാമി. കുറച്ച് നെയ്യ് ഒഴിക്കാം. തക്കാളി ചോറിന് വേണ്ടത് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മുറി തക്കാളി ഇപ്പം മതി വെക്ക്. ഒരു മുറി തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കുറച്ച് സവാള, പിന്നെ എനിക്കിതിങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ്. പണ്ടൊക്കെ കൊച്ചിയിലെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുക്കറി ഷോ കളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര എന്നിട്ട് അന്ന് ഫോണൊന്നും ഇല്ലല്ലോ കാണാം. അപ്പൊ നമ്മൾ മനസ്സിൽ ഇങ്ങനെയാണ് പറയുന്നത്, കുറച്ച് സവാള, കുറച്ച് അതൊക്കെയാണ് നമ്മുടെ കുക്കറി ഷോ. ചൂടായി. ഓക്കെ, അപ്പൊ സദയ്ക്ക് ഞാൻ ഇതിലാണ് ആഹാരം ഉണ്ടാക്കുന്നത്. ഇത് സ്റ്റീലാണ്, അലൂമിനിയം ഒന്നുമല്ല. അപ്പോൾ നെയ്യ് ചൂടായി, അതിൽ ഇച്ചിരി കടുകിടാം, ഇച്ചിരി സ്വല്പം കടുക് പൊടിക്കാം. ഇവിടെ ഞങ്ങളുടെ ഡിന്നറായിട്ട് നടക്കുന്നത്. ഞങ്ങൾ വൈകിട്ട് ഗോതമ്പ് ദോശയാണ്. എൻ്റെ ഹസ്ബൻഡിന് വലിയതായിട്ട് രാത്രി ചോറ് ഇഷ്ടമല്ല. അത് ഉപ്പുമാവാണെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി, സിമ്പിൾ ഉപ്പുമാവോ പുട്ടോ. പക്ഷെ പുള്ളിക്കാരൻ്റെ ചോറ് ഇഷ്ടമല്ല. സോ ഞങ്ങൾ രാത്രി ഇങ്ങനെ പൊതുവെ ചോറ് കഴിക്കാറില്ല. സദയ്ക്ക് മാത്രം ഇച്ചിരി ചോറ് ഞാൻ എടുത്ത് മാറ്റി വെക്കും. കടുക് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി. പ്രത്യേകം ശ്രദ്ധിക്കാം, വെളുത്തുള്ളിയിൽ വെള്ളം കാണരുത്. ഞാൻ വലിയ കുക്കിംഗ് എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ആക്ച്വലി മാരേജിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കി തുടങ്ങി. അല്ലെങ്കിൽ ഈ ആഹാര പ്രശ്നങ്ങൾ നോക്കി പറഞ്ഞ പോലെ ചിലർ മുട്ട ഉണ്ടാക്കിയ പോലും രുചി കാണില്ലല്ലോ. ആ ടീമല്ല, പോലും രുചി കാണാറില്ല. ബട്ട് ഐ ഡോണ്ട് നോ വൈ, എൻ്റെ കുഞ്ഞിന് വലിയ ഇഷ്ടമാണ്. സോ അത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നു. അപ്പൊ ആ വെളുത്തുള്ളി ഒന്ന് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്കുള്ള ദോശയ്ക്കുള്ള മാവ് എടുക്കാം. അപ്പം വെളുത്തുള്ളി ആയിട്ടാണ് കേട്ടോ. കുറച്ച് സവാള, കുറച്ച് തക്കാളി. ഞാൻ എപ്പോഴും ആഹാരം ഉണ്ടാക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുന്നത് വെജിറ്റബിൾസ് കൂടുതലും ചോറ് വളരെ കുറവായിട്ടാണ്. ഇപ്പം ഞാൻ എനിക്ക് ആഹാരം കൊടുക്കുന്നതാണെങ്കിലും കറി ഒരുപാട് ഒഴിക്കും ഞാൻ. എന്നിട്ട് ചോറ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇടാവുള്ളൂ ഇവിടെ ഇടാറുള്ളൂ. കാരണം എൻ്റെ കണ്ണിൽ ചോറ് ഇച്ചിരി കഴിച്ചാലും പച്ചക്കറികൾ കൂടുതൽ കഴിക്കണമെന്നുള്ളൊരു അങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം ഇതിനകത്ത് അത്യാവശ്യം ഒരു മുറി തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്.
പിന്നെ ഉള്ളിയും 1.5 എടുത്തിട്ടുണ്ട്. പക്ഷെ ചോറ് വളരെ കുറവ് ക്വാണ്ടിറ്റി. ഇനി ഇച്ചിരി ഉപ്പിടാം. അപ്പോൾ സദ്യക്ക് ഇപ്പോൾ 1 വയസ്സായതിനു ശേഷമാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് തുടങ്ങും. ഇതൊന്ന് വരണം. തക്കാളി എല്ലാം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുരുമുളകാണ്. കുരുമുളക് ഇതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്കിതിൻ്റെ കൂടെ മല്ലിച്ചപ്പ് ഇടാം കേട്ടോ. ഞാൻ മല്ലിച്ചപ്പ് പൊതുവെ ഇടാറുണ്ട്. തക്കാളി ഇനി ചോറാണ്. ചോറിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എത്ര ഇളക്കുന്നോ അത്രയും രുചി കൂടും. കുറച്ച് വലിയവർക്കാണെങ്കിൽ അറിയാലോ, നമ്മൾ നെയ്യിടത്തില്ല, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പച്ചമുളകൊക്കെ ചേർത്ത്. അപ്പം തക്കാളിക്ക് ഇച്ചിരി എരിവ് വേണം. എരിവില്ലാത്ത നോർമൽ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എത്ര ഇളക്കുന്നോ അത്രയും രുചി കൂടും. അവിടെ പറയാം. ഈ തക്കാളി ചോറിൻ്റെ കൂടെ സൈഡിൽ ഇച്ചിരി തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തൈരും ചോറും കൂടാണ് സദ കഴിക്കുന്നത്. ആക്ച്വലി ക്രഷ് ചെയ്ത് കുരുമുളക് ഇടാൻ കാരണം പൊടിച്ച കുരുമുളക് കൂടി തീർന്നു പോയായിരുന്നു. അതുകൊണ്ടാണ് ഉണക്കി വെച്ച് കുരുമുളകിൽ നിന്ന് എടുത്ത് ക്രഷ് ചെയ്തിട്ട്. അതിൻ്റെ പൊടിച്ച കുരുമുളകിനാണ് കേട്ടോ നല്ലത്. വലിയ വലിയ കഷ്ണങ്ങളൊന്നും കഴിക്കാൻ പാടായി. അപ്പം നമ്മൾ രാവിലെ പറഞ്ഞ പോലെ സദ സ്വന്തമായിട്ടാണ് കഴിക്കുന്നത്. ചുമക്കുകയാണെങ്കിൽ ചുമച്ചോട്ടെ, ചുമച്ചോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തലയിലടിക്കാനും പുറത്തടിക്കാനും പോകരുത്. അവരുടെ ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൊടുക്കുക. ഇപ്പം നമ്മൾ ആദ്യം തൊട്ടേ ഗ്ലാസ്സിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ അവർക്ക് സ്പൂണിലോ അങ്ങനെയൊന്നല്ല കൊടുത്തിരുന്നത്. ഞാൻ ആദ്യം തൊട്ടേ ഗ്ലാസ്സിലാണ് കൊടുത്തിരുന്നത്. ഇപ്പം അവർക്കൊരു ബോട്ടിലുണ്ട്. പകൽ ബോട്ടിലാണ് അവർ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഗ്ലാസ്സിലാണ്. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും സ്പൂണിൽ വെള്ളം കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. അവൾ ഇതിൽ തന്നെ ഡയറക്റ്റായിട്ട്. അത് പണ്ട് തൊട്ടേ 6 മാസം ആഹാരം കഴിക്കാൻ തുടങ്ങിയ നാൾ തൊട്ടേ അവൾ ഗ്ലാസ്സിലാണ് വെള്ളം കുടിക്കുന്നത്. അല്ലാതെ സ്പൂണിലോ അങ്ങനെയല്ല, അവൾ ഡയറക്റ്റ് ഗ്ലാസ്സിലാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് കൊടുക്കുന്നത്, കുറച്ചായിട്ട് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഗ്ലാസ്സിൽ കൊടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. തൈര് പിന്നെ പനിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി തൈര് കൊടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ അവൾക്ക് പനിയുടെ ചുമയൊന്നും അല്ല, വേറെ എന്തോ ആണ്. അല്ലാതെ പനിയുടെ ചുമയൊന്നുമല്ല. പിന്നെ പൊതുവെ രാത്രി തൈര് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ തക്കാളി ചോറിൻ്റെ കൂടെ തൈരാണ് നമ്മുടെ കോമ്പിനേഷൻ. അതുകൊണ്ടാണ് തക്കാളി തൈര് കൊടുത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്ന് ലേസി ഡേ ആണ്, ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡിൽ ഈസി ടു മേക്കാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കാരണം നമുക്കങ്ങനെ വിപുലീകരിച്ച് ചെയ്യാൻ സമയം കിട്ടാറില്ല. കാരണം നമുക്ക് വേറെ പുറത്ത് പോകാനും സ്പെഷ്യൽ വീട്ടിലുണ്ടാക്കാനും ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്. പേട്ടനുള്ള ദിവസമല്ലേ. സോ നമുക്ക് ഒരുപാട് ടൈം കിട്ടാറില്ല ആഹാരത്തിന് വേണ്ടി ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് എന്താണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ് നമ്മൾ വീക്കെൻഡിൽ ഉണ്ടാക്കുന്നത്. ഇല്ലേ സദയ്ക്ക് ആദ്യത്തെ റൗണ്ട് കൊടുത്ത് സദ കഴിച്ച് തീർത്തു കേട്ടോ. ഇട്ട് കൊടുക്കാണ്. അതുകൊണ്ട് സദ എപ്പം കഴിച്ച് നിർത്തുന്നോ, ഇപ്പം ഇത്രയും കൊടുത്തുള്ളൂ, സദയ്ക്ക് വേണ്ട, സദ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കഴിക്കും കുഞ്ഞെന്ന് പറഞ്ഞ് കുറേ നടക്കാനോ ഞാൻ പോകാറില്ല. മേ ബി അതുകൊണ്ടായിരിക്കും അവർക്ക് ആഹാരത്തിനോട് അത്ര മടുപ്പില്ലാത്തത്. അവർക്ക് എപ്പോൾ വേണ്ടാന്ന് തോന്നുന്നു വേണ്ട, അപ്പോൾ ഞാൻ ആഹാരം നിർത്തും. അപ്പം ചുറ്റുമുള്ള ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയ്യോ ഇച്ചിരിയല്ലേ കഴിച്ചോളൂ, കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് നിർബന്ധിച്ചു കൊടുക്കാൻ ഞാനത് ചെയ്യാറില്ല. അവൾ എപ്പം നിർത്തുന്നോ അപ്പം ഞാൻ നിർത്തും. അത് കഴിഞ്ഞിട്ട് കുറച്ചേ കഴിച്ചുള്ളൂ എന്ന് തോന്നിയാൽ ഞാൻ വേറെ എന്തെങ്കിലും നമ്മൾ ഇച്ചിരി മെനക്കാണണം. ഇങ്ങനെയൊക്കെ നമ്മൾ റൂൾസ് എടുക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇച്ചിരി പാടും കൂടെ ഉണ്ട്. ഇപ്പോൾ അവൾ ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട പാൻ കേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. സോ അതിൻ്റെ പുറകിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കരുത്. അപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, കഴിക്കണ്ട, വേണ്ട, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അവൾ കഴിച്ചോളൂ. സോ അങ്ങനെ ചെയ്യുക. ഈ ആദ്യ നാളുകളിലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിനോട് ദേഷ്യം വരുത്തരുത്. പിന്നെ നമ്മൾ ആദ്യം ആഹാരം ഇപ്പം ന്യൂ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ നേരം ഞാൻ കാണിച്ചിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം ഒരു
കൊടുക്കുക. ആൾക്കാരും അലർജി ഉണ്ടോ എന്നറിയാം. പിന്നെ അവർക്ക് യൂസ് ടു ആവും. ആ സമയത്ത് ഇവർക്ക് ചാടി ഓടി ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ലല്ലോ, 6 മാസമല്ലേ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണെന്ന് അവർ കഴിച്ചോളും. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ആഹാരം തന്നെ 5 ദിവസം അടുപ്പിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് അതിൽ യൂസ് ടു ആയി. സോ അത്രയും എല്ലാ വെജിറ്റബിൾസും ഞാൻ ആ സമയത്തും സ്റ്റീം ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് വെജിറ്റബിൾസിനോട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഹാരം എന്ന് പറഞ്ഞൊന്ന് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കില്ലായിരുന്നു. 2 നേരം, ആദ്യമൊക്കെ 1 നേരം കൊടുക്കുമായിരുന്നു. അത് പിന്നെ പയ്യെ വന്ന് അവളുടെ വെയിറ്റ് അതിനൊരു വേരിയേഷൻ വന്നപ്പോൾ 2 നേരം കൊടുത്തു തുടങ്ങി. അവരുടെ പ്രായം അനുസരിച്ചാണ് നമ്മൾ ആഹാരം കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 3 നേരം കൊടുക്കും. അതും ഒരുപാടൊന്നും അല്ല, വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവളുടെ ആഹാരത്തിൻ്റെ ഒരു ക്രമീകരണം. നമ്മൾ പുതിയതായിട്ടൊക്കെ ആഹാരം കൊടുക്കാൻ പോകുന്ന അമ്മമാർക്കും കൂടെ വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മൾ ഒരുപാട് കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കുന്ന കാര്യങ്ങൾ ഫൈബർ ഉള്ളതും ന്യൂട്രീഷൻ ആയിട്ടുള്ളതും ഒക്കെയുള്ള ആഹാരങ്ങളായിരിക്കണം. അതായത് വാരി വലിച്ച് കുഞ്ഞിന് ഞാൻ അത് കൊടുത്തു, കുഞ്ഞിന് ഞാൻ ഇത് കൊടുത്തു എന്നോ. അതുപോലെ തന്നെ നമ്മൾ ഈ 3 നേരം ആഹാരം കൊടുക്കുമ്പോൾ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് ആഹാരം, അവർക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായതിനു ശേഷം, വിശക്കുന്നതിന് മുമ്പ് അയ്യോ എൻ്റെ കുഞ്ഞിന് വിശക്കുന്നതിന് മുമ്പ് എനിക്ക് ആഹാരം കൊടുക്കണം അല്ല, അവർക്ക് വിശക്കട്ടെ, വിശന്നിട്ട് കഴിക്കട്ടെ, എന്നാലേ കഴിക്കുള്ളൂ. അല്ലാതെ വിശക്കുന്നതിന് മുമ്പേ ആഹാരം കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് 11 മണിക്ക് ആഹാരം കൊടുക്കുന്നു, പിന്നെ 1 മണിക്ക് കൊടുക്കുന്നു, പിന്നെ 2 മണിക്ക് കൊടുക്കുന്നു, 4 മണിക്ക് കൊടുക്കുന്നു, ഇടയ്ക്ക് സ്നാക്സ് കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മടുക്കും. കാരണം അവർ ഇങ്ങനെ ഇരുന്ന് കഴിക്കല്ലേ. അത് വേണ്ട, അതില്ല, ഇതൊക്കെ തൊണ്ടയിൽ കിട്ടും. പിന്നെ സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ അതൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാറുണ്ട്. ഞാൻ ഉച്ചയ്ക്കും പറഞ്ഞല്ലോ. മുട്ട ബോയിൽ ചെയ്ത്, ഇവർക്ക് മുട്ട ഇഷ്ടമല്ലായിരുന്നു ആദ്യ നാളുകളിൽ. അപ്പം ഞാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കൊടുക്കത്തില്ലായിരുന്നു. അവൾ മുട്ടിലിഴയുന്ന സമയത്ത് അപ്പോൾ ഇഴഞ്ഞങ്ങ് പോകുമായിരുന്നു. അപ്പം ഞാൻ മുട്ട കൊടുക്കത്തില്ല. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവൾക്ക് എഗ് റൈസ് ഇഷ്ടമാണ്. അപ്പം ഞാൻ എഗ് റൈസ് ഉണ്ടാക്കി കൊടുക്കും. അവൾ കഴിക്കും. അപ്പം മുട്ടയും ചെല്ലുമല്ലോ, അല്ല പാൻ കേക്ക് ഉണ്ടാക്കും, അതിൽ ഞാൻ മുട്ട ആഡ് ചെയ്യും. അപ്പം മുട്ട അങ്ങനെ ചെയ്യും. അല്ലാതെ ഈ പൊരിച്ച മുട്ടയോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു സാധനം കഴിക്കത്തില്ല എന്ന് വെച്ചാൽ അത് കൊടുക്കരുത്. അത് വേറെ ഏത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുക, അത് കൊടുക്കുക. ഓക്കെ. പിന്നെ ചില അമ്മമാർക്ക് അത് പറ്റാറില്ല കേട്ടോ. അത് നമുക്ക് അമ്മമാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരായിരിക്കും. എനിക്ക് എന്നോട് തന്നെ എൻ്റെ കൂട്ടുകാരികൾ പറയാറുണ്ട്, എടി എൻ്റെ കുഞ്ഞിന് ഇത്രയും പ്രായമായി, പക്ഷെ എനിക്ക് ഇവർക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ സമയമില്ല, എന്താണ് കുഞ്ഞൊന്നും കഴിക്കുന്നുമില്ല. അത് അവരുടെ ഒരു മോംസ് ഗിൽട്ട് എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, എനിക്കും തോന്നാറുള്ള കാര്യമാണ്. പക്ഷെ അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർക്ക് മക്കളോട് സ്നേഹപ്പുറം ഉണ്ടായിട്ടല്ലല്ലോ. അങ്ങനെയാണ്, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ഞാനിപ്പോൾ ഹൗസ് വൈഫാണ്, ജോലിക്ക് പോകുന്നില്ല. സോ ഞാൻ ഇതൊരു അങ്ങനെ പോവാത്തത് നമുക്ക് കഴിവില്ലാഞ്ഞിട്ടോ നമുക്ക് ജോലി കിട്ടാഞ്ഞിട്ടോ അല്ല, നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഇപ്പം ചിലർക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഒരാളുടെ വരുമാനം കൊണ്ട് ഒരു പക്ഷേ പോകാൻ പറ്റാത്തവർ കാണും. അവർ ജോലിക്ക് പോകുന്നുണ്ട്, അവർക്ക് മക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്നല്ല കേട്ടോ. 4 മാസം 3 മാസം ആകുമ്പോൾ കുഞ്ഞുങ്ങളെ നാട്ടിലാക്കിയിട്ട് വിദേശത്ത് പോകുന്ന അമ്മമാരുണ്ട്. അത് ആ മക്കളോട് ദേഷ്യം ഉണ്ടായിട്ടോ ഇഷ്ടക്കുറവുണ്ടായിട്ടോ പൈസ ഉണ്ടാക്കണം എന്നുള്ള ആക്രാന്തം കൊണ്ടല്ലല്ലോ. അവർക്ക് ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പം ഇതൊന്നും ചെയ്തില്ലെങ്കിലും അമ്മമാർക്ക് മക്കളോട് സ്നേഹമുണ്ട്. ഇതൊക്കെ ചെയ്താൽ അമ്മമാർക്ക് മക്കളോട് സ്നേഹമുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന ഒരമ്മമാരും ഗിൽട്ട് അടിക്കരുതെന്നുള്ളത് എനിക്ക് ആദ്യം പറയണം. ഇറ്റ്സ് ഓക്കെ, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സിറ്റുവേഷൻസ് ആണ്. അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. ഞാൻ ആക്ച്വലി സിംഗിൾ പേരൻറ്റ് ചൈൽഡാണ്. എന്നെ പപ്പയാണ് വളർത്തിയത്, അമ്മയല്ല. അപ്പം എനിക്കെപ്പോഴും ദി ബെസ്റ്റ് കൊടുക്കണമെന്നുള്ളൊരു കൊച്ചിനെ തൊട്ട് എൻ്റെ ആഗ്രഹമുള്ളൊരു കുഞ്ഞിക്കുണ്ടായ എനിക്ക് കിട്ടാത്ത എന്തൊക്കെയോ കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ്. പേരൻ്റ് ആവണം ആ കൊച്ചിലെ, മീൻസ് പേരൻ്റ് ആകണം എന്ന് പ്ലാൻ ചെയ്ത സമയത്തുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഫിനാൻഷ്യലി ഞങ്ങൾക്കൊരു മിഡിൽ ക്ലാസ് ഫാമിലി സ്റ്റേബിളായി പോകാനുള്ളത് പറ്റും. ഞാൻ ജോലിക്ക് പോകുന്നില്ല. അപ്പം ജോലിക്ക് പോയില്ലെങ്കിലും അത് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാത്തതും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സിംഗിൾ പേരൻറ്റ് ചൈൽഡ് ആയതുകൊണ്ട് അമ്മയുടെ കുറവ് എത്രമാത്രം കൂടുതലാണെന്ന് എനിക്കറിയാം. അപ്പം എനിക്ക് അത് അവൾക്ക് വരരുതെന്ന് ഇതൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ജോലിക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുത്തിരുന്നത്. സോ ഞാൻ സദാ കഴിച്ചു. സദയ്ക്ക് 2ാമത്തെ റൗണ്ട് കൊടുത്തത് കഴിച്ചു. ഇത് 3ാമത്തെ റൗണ്ടാണ്. വടിച്ച് നോക്കി കഴിക്കില്ല കേട്ടോ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ കുറച്ചൊക്കെ തറയിൽ പോകും, കുറച്ചൊക്കെ ഇവിടെ കിടക്കും, അതൊക്കെ നോർമലാണ്. വടിച്ച് നോക്കിയൊന്നും കഴിക്കില്ല, പക്ഷെ കഴിച്ചോളൂ.
അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതും വീഡിയോസ് എടുക്കുന്നതായിരിക്കും. പിന്നെ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം അല്ലേ സദാ? അല്ലേ? സദയ്ക്ക് നമ്മൾ അങ്ങനെ TV ഒന്നും വെച്ച് അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. നമുക്ക് അത് വേണമെന്നും ആഗ്രഹമൊന്നും വലിയ ഉള്ള കൂട്ടത്തിലല്ല നമുക്ക്, അല്ലേ? ഇടയ്ക്ക് ഇച്ചിരി ചോറ് ഞങ്ങളുടെ മൂക്കിലൊക്കെ പോകും, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് TV ഒന്നും വേണമെന്നില്ല. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മിസ് ചെയ്യാവും, അല്ലേ? അതൊന്നും കുഴപ്പമില്ല. ഒരു ബൈ പറഞ്ഞു. ബൈ പറഞ്ഞടാ കണ്ണാ, കണ്ണമ്മ ബൈ പറഞ്ഞു. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ. പിന്നെ ലൈക്ക് ചെയ്യണം. കമൻസ്, നല്ല കമൻസും ഒക്കെ വെൽക്കമിങ് ആണ്. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ വേണ്ട കേട്ടോ. ബൈ, ടേക്ക് കെയർ.